ഈ നെഗറ്റീവ് പറയുന്ന കുറച്ച് നെഗറ്റീവ് ആളുകളോട് എനിക്ക് സഹതാപം മാത്രമാണ്. കാരണം എൻ്റെ വീഡിയോയിൽ വന്ന് എന്തിട്ടാലും നെഗറ്റീവ്സ് പറയുന്ന കുറച്ച് പേരോട് ടോട്ടലി ഐ എം കൺഫ്യൂസ്. വീഡിയോ കണ്ടാലും നീ അതിനൊന്നും പ്രതികരിക്കില്ല, അതൊക്കെ കണ്ട് ആസ്വദിക്കും. പക്ഷെ പ്രതികരിക്കുന്നത് ചെറിയ ചെറിയ സാധനങ്ങൾക്കാ, മനസ്സിലായ? അപ്പൊ നീ എന്ത് ചെയ്യും? സ്വന്തം അമ്മയുടെ വട വിൽക്കാൻ നീ മടിക്കത്തില്ല. സ്വന്തം അമ്മയുടെ വട എടുത്ത് വിറ്റ് കാശാക്കാനും നീ മടിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പിന്നെ അപ്പൊ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സോവിയൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ മിക്കവരും കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. ആ ഒരു ചാനൽ ഏകദേശം ഒരു 16 വയസ്സേ ഉള്ളൂ ആ ഒരു പയ്യന്റെ പ്രായം. പുള്ളിക്കാരൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ രേണുസുധിയുടെ വീഡിയോ മാത്രമാണ്. അത് കണ്ടിരിക്കാൻ തന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്, ആ ഒരു രേണുസുധിയുടെ ഒരു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. എന്തായാലും ഈ പയ്യൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവറ്റകൾക്കൊക്കെ നല്ല രീതിയിൽ കൊള്ളുന്നുണ്ട്. അതായത് രേണുസുധിയുടെ വാലാട്ടി നടക്കുന്ന കുറെ കൂട്ടുകാരികളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെയാണ് കൂടുതൽ ഇത് കൊണ്ടിരിക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈ സജീന എന്ന് പറയുന്ന രേണുസുധിയുടെ ഒരു കൂട്ടുകാരിയുണ്ട്. ആ കൂട്ടുകാരി ഈ പയ്യന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ പയ്യന് 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇവന്റെ അമ്മയ്ക്ക് വരെ വന്ന് വിളിച്ചിരിക്കുകയാണ് ഇവര്. എന്നിട്ട് ഇവര് പറയുന്ന ഡയലോഗ്, അവൻ സെക്സ് വീഡിയോ ഒക്കെ കാണുമായിരിക്കും, സെക്സി വീഡിയോ ഒക്കെ കണ്ടിട്ടായിരിക്കും വന്നിരുന്ന് അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിനക്ക് വട കാണണമെങ്കിൽ നിന്റെ അമ്മയുടെ വട കാണും എന്നൊക്കെ രീതിയിലുള്ള മ്ലേച്ഛമായ ഓരോ കാര്യങ്ങളാണ് അവർ പറയുന്നത്. എന്തായാലും ഈ സംസാരിച്ചതിന്റെ ആഫ്റ്റർ എഫക്ട് 24 മണിക്കൂറിനുള്ളിൽ ഇവർക്ക് കിട്ടും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 18 വയസ്സ് തികയാത്ത ഒരു പയ്യന്റെ ഫോട്ടോ വെച്ച് വരെയാണ് ഇവർ ഈ അപരാധം വിളിച്ച് പറയുന്നതെന്ന് ഓർക്കണം. നമ്മുടെ നാട്ടിലെ നിയമവും കാര്യങ്ങളും എല്ലാം ഇത് കണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം. അതായത് ഈ 18 വയസ്സ് തികയാത്ത, അതിപ്പോ ക്രിമിനൽ കുറ്റമാണെങ്കിൽ പോലും അവരുടെ ഫോട്ടോ എടുത്തു വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഇതിപ്പോ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഓരോ വാർത്തകളൊക്കെ ഉണ്ട്. 18 വയസ്സ് തികയാത്തവർ ചെയ്ത കുറ്റങ്ങളുടെ ഓരോ വാർത്തകളും കാര്യങ്ങളൊക്കെ ന്യൂസ് ചാനലിൽ നോക്കിയാൽ മതിയാ, നിങ്ങൾക്ക് കാണാൻ പറ്റും. അവര് അതിനകത്ത് ഒരു ഫോട്ടോ പോലും വെക്കാറില്ല. അത് നിയമവിരുദ്ധമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർ ഈ പയ്യന്റെ അമ്മയ്ക്ക് വരെ വന്ന് വിളിച്ചിരിക്കുവാണ്. ഇവര് പറയുന്നതെന്ന് വെച്ചാൽ ഇവൻ വളരെ രീതിയിൽ വൃത്തികെട്ട രീതിയിൽ വീഡിയോസ് ഒക്കെ കാണുന്ന പയ്യനാണ്. അതുപോലെ തന്നെ വീട്ടില് പിന്നെ സ്കൂളില് ഈ പെൺകുട്ടികളൊക്കെ എങ്ങനെ ഇവന്റെ കൂടെ വിശ്വസിച്ചിരുന്ന് പഠിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇവരുടെയൊക്കെ പേരില് പോക്സോ കേസ് വരെ കൊടുക്കണം, എന്നാലേ ഇവരൊക്കെ ഇങ്ങനെ പഠിക്കത്തുള്ളൂ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ സജീന കരുതി വെച്ചോ, ഈ വീഡിയോ മുക്കിയിട്ടൊന്നും യാതൊരു കാര്യമില്ല. കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. ജാമ്യം പോലും കിട്ടത്തില്ല, യാതൊരു സംശയമില്ല. ഇതൊക്കെ ഉണ്ടല്ലോ ചോദിച്ചു വാങ്ങിക്കുവാണ്. ഇതുപോലെ നിലപാടില്ലാത്തൊരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. 2-3 ദിവസത്തിന് മുന്നേ നമ്മുടെ രേണുവിനെ എഗെയിൻസ്റ്റ് ആയിട്ടൊരു പോസ്റ്റ് ഒക്കെ പുള്ളിക്കാരി FB-യിൽ ഇട്ടു. അത് എന്തോ ഒരു രീതിയിൽ ആ ഒരു പോസ്റ്റ് മുക്കി കളഞ്ഞു കേട്ടോ. എന്നിട്ട് വേറെ രീതിയിൽ അങ്ങ് ആ പോസ്റ്റ് വളച്ചൊടിച്ചു. ഉളുപ്പെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ നിങ്ങൾക്ക്? എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സോഷ്യൽ മീഡിയ കണ്ടന്റുകൾക്കൊക്കെ നല്ല ക്ഷാമം വരും. അപ്പൊ നിനക്ക് വടയും പ്രിവിലേജും ഒന്നും കിട്ടത്തില്ല ആ രേണുസുധിയുടെ. ബാക്കിയുള്ളവരുടെ നഗ്നമായ വീഡിയോ കണ്ടാലും നീ അതിനൊന്നും പ്രതികരിക്കില്ല, അതൊക്കെ കണ്ട് ആസ്വദിക്കും. പക്ഷെ പ്രതികരിക്കുന്നത് ചെറിയ ചെറിയ സാധനങ്ങൾക്കാ, മനസ്സിലായ? അപ്പൊ നീ എന്ത് ചെയ്യും? സ്വന്തം അമ്മയുടെ വട വിൽക്കാൻ നീ മടിക്കത്തില്ല. സ്വന്തം അമ്മയുടെ വട എടുത്ത് വിറ്റ് കാശാക്കാനും നീ മടിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കേട്ടില്ലേ പറഞ്ഞത്? ആ കൊച്ചു പയ്യന്റെ അമ്മയ്ക്ക് വരെ വന്ന് വിളിച്ചിരിക്കുകയാണ് ഈ സ്ത്രീ. ഇവരെയൊക്കെ എന്താ വിളിക്കേണ്ടത്? ഇവർക്ക് മാനവും നാണവും ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇത്തിരി പ്രതികരിക്കാനായിട്ട് ഉള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരാളെയൊക്കെ ആണെങ്കിൽ ഇവര് ഇങ്ങനെയൊക്കെ പറയുമോ? അങ്ങനെയൊന്നും ഇവർക്ക് ചെയ്യാനുള്ള ഒരു ഇതില്ല, ധൈര്യമില്ല. കാരണം അങ്ങനെയുള്ളവരുടെ എതിരെ കളിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മറുപടി കൊടുക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ആ പയ്യൻ ഇവരെ ചേച്ചിന്നോ ആന്റിന്നോ അല്ലാതെ വേറെ ഒരു രീതിയിലും മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവൻ ചെയ്തിട്ടില്ല. അപ്പോ അതവന്റെ മാന്യതയാണെന്ന് വേണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ. രേണു കാണിക്കുന്ന ഓരോ തോന്നിയാസങ്ങൾക്കെതിരെ അവൻ ഇങ്ങനെ പറയുന്നു. രേണുവിനാണെങ്കിൽ എന്തും പബ്ലിക്കിൽ കാണിക്കാം, എന്തും വിളിച്ചു പറയാം. പിന്നെ വേണമെങ്കിൽ ഞാനൊരു സൈഡിലൊരു സംഭവം കാണിക്കാം. രേണുവിന് വന്ന ഒരു കമന്റിനെതിരെ അവര് പച്ചത്തെറി പറയുകയാണ്, പച്ചത്തെറി. അതും പബ്ലിക്കിനെ കാണിച്ചുകൊണ്ട്. ലേശമെങ്കിലും ഉൾപ്പുണ്ടെങ്കിൽ അവർ പബ്ലിക്കിനെ ഇത് കാണിക്കില്ല. അപ്പൊ അവർക്കൊക്കെ എന്തും ചെയ്യാം, ബാക്കിയുള്ളവർ എന്ത് പ്രതികരിച്ചാലാണ് പ്രശ്നം. വെറും 16 വയസ്സുള്ള ആ കുട്ടിയുടെ അമ്മയ്ക്ക് വരെ വന്ന് വിളിച്ചിരിക്കുകയാണ് ഇവര്. ഒരു രീതിയിലുള്ള കോംപ്രമൈസ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ആരെങ്കിലും ആ കുട്ടിയുടെ ആരെങ്കിലും കാണുവാണെങ്കിൽ നിങ്ങൾ ഈ ഇതിനെതിരെ നിങ്ങൾ മുന്നോട്ട് നീങ്ങണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു രീതിയിലുള്ള ഒരു ഇതും അവർക്ക് കൊടുക്കരുത്. കേസ് കൊടുത്തിട്ടില്ലെങ്കിൽ തന്നെ കേസ് കൊടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. എങ്കിലേ ഇതുപോലുള്ളവന്മാരൊക്കെ ഒരു പാഠം പഠിക്കത്തുള്ളൂ. പറയാൻ കൊള്ളാവുന്ന വാക്കുകളാണ് ഇവർ പറയുന്നത്. ഇവർക്ക് വേണമെങ്കിൽ മാന്യമായിട്ട് വന്ന് വിമർശിക്കാം. പക്ഷെ ഇവരെന്ത് വർത്താനമാണ് ഇവര് വന്ന് പറയുന്നത്? ബാക്കി കൂടെ നോക്കിക്കേ. നിന്റെ കൂടെ കൂടാവരെ നീ ആരാടാ? നീ ആരാന്നാ നിന്റെ വിചാരം? എന്റെ പൊന്നു മോനെ, നീ സ്കൂളിൽ പോകുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇങ്ങനെ ഉണ്ടെങ്കിൽ തലേന്ന് തന്നെ ഇവരെ സ്കൂളിൽ വിടുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം സ്കൂളിൽ പോകുന്നവരാണെന്നാണെങ്കിൽ ടീച്ചർമാർ കാണാൻ സാധ്യതയുണ്ട്, കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾ കാണാൻ സാധ്യതയുണ്ട്, അവരുടെ അമ്മമാര് കാണാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ളവൻ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ രേണുവിന് ഒരു മോനുണ്ട്. രേണുവിന്റെ മോന് സ്കൂളിൽ പോകുന്നതാണ്. അവരുടെ ടീച്ചർമാരും കൂടെ പഠിക്കുന്ന പെൺപിള്ളേരും ഒന്നും കാണത്തില്ല ഈ വീഡിയോസ്. രേണു കാണിക്കുന്ന ഈ അപരാധം
എന്തൊക്കെയാണ് രേണു കാണിച്ചു കൂട്ടുന്നത് അതൊന്നും ഇവര് കണ്ടാൽ കുഴപ്പമില്ല. രേണുവിന്റെ മോന്റെ കൂട്ടുകാരികളോ ടീച്ചേഴ്സോ ഒന്നും കാണുന്നതോട് യാതൊരു കുഴപ്പമില്ല. അതിനൊന്നും പറയാനില്ലേ. ഉളുപ്പെന്ന് പറയുന്ന സാധനമുണ്ട്. ശരിക്കും ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഞങ്ങളെ പോലുള്ളവർക്ക് ഒരു കണ്ടന്റ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഞാൻ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഇതുപോലെ ഈ ഇൻഫ്ലുവൻസർമാർക്കൊക്കെ ഒരു കണ്ടന്റ് ആയിട്ട് നിങ്ങൾ ഇട്ടുകൊടുക്കുവാണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കൊരു ക്വാളിറ്റി ഇല്ലെന്ന് നിങ്ങൾ തന്നെ തെളിയിച്ചു. ഇതിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ രേണുവിന്റെ അന്ധമായിട്ട് ഉള്ള ഒരു ആരാധകരുണ്ടല്ലോ, രേണു സുധീനെ അന്ധമായി ആരാധിക്കുന്നവരൊക്കെ ചെയ്യുന്ന കാര്യമാണിത്. ആ ഒരു സ്ത്രീ കാരണം എത്രയോ ആൾക്കാർക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് അറിയോ? ഇത്രയും ക്രിമിനൽ മൈൻഡ് ഈ ഒരു പ്രായത്തിൽ തന്നെ കണ്ട സെക്സ് വീഡിയോകൾ കണ്ട് അതിൽ റിയാക്ഷൻ വീഡിയോ ചെയ്ത് 10 പൈസ ഉണ്ടാക്കുന്ന ഇവന്റെ കൂടെ ഒക്കെ സഹകരിക്കുന്ന പിള്ളേരുടെ ഭാവി തന്നെ എന്താവും? കണ്ടോ ഈ പറയുന്നത് കേട്ടോ, സെക്സ് വീഡിയോ കണ്ടിട്ടെന്ന്. ഇത് മതി, ഇത് മാത്രം മതി. ഈ ചെറുക്കന്റെ പ്രായവും നിങ്ങൾ ഈ പറയുന്ന സംസാരവും മാത്രം മതി ഇത് വെച്ച് കേസ് കൊടുക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയം കേസായി കഴിഞ്ഞാൽ ഈ പയ്യൻ തീർച്ചയായിട്ടും അതിന്റെ FIRന്റെ കോപ്പി വെച്ച് തന്നെ നിങ്ങൾ ഒരു വീഡിയോ ചെയ്യേണ്ടതാണ്. എല്ലാവരും നിന്നെ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യും. ഇനി ആരും ഇതുപോലെ ഓരോന്ന് പറഞ്ഞ് വരാതിരിക്കട്ടെ. അറ്റ്ലീസ്റ്റ് അവന്റെ പ്രായമെങ്കിലും ഒന്ന് റെസ്പെക്ട് ചെയ്യണം. അതല്ല, ഇനി അവനെ പല രീതിയിൽ ഇവർക്ക് വിമർശിക്കാം. എന്തിനാ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നല്ല രീതിയിൽ ഇവനെ വിമർശിക്കാവുന്നതേ ഉള്ളൂ. നീ പറയുന്ന വളരെ തെറ്റല്ലേ, നിന്റെ അച്ഛനും അമ്മയും ഇങ്ങനെയാണോ നിന്നെ പഠിപ്പിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെയൊക്കെ നിനക്ക് പറയാൻ കൊള്ളാമോ എന്നൊക്കെയാണ് ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് മാന്യമായിട്ട് അവനെ ഇങ്ങനത്തെ രീതിയിൽ ഉപദേശിക്കാം. അത് എല്ലാവരും നല്ല രീതിയിൽ അങ്ങനെ കാണത്തുള്ളതൊക്കെ. അവന്റെ അമ്മയ്ക്ക് വിളിക്കുക, അതുപോലെ തന്നെ അവന്റെ മോശമായ വീഡിയോസ് ഒക്കെ കാണുന്നു എന്ന് പറയും. എന്തൊക്കെ മോശമായ രീതിയിലുള്ള സംസാരമാണ് ഇവർ സംസാരിക്കുന്നത്? എന്ത് സ്റ്റാൻഡേർഡാണ് ഇവർക്കുള്ളത്? അത്തോട്ട് ചാടി ചില സമയം ഇപ്പുറത്തോട്ട് ചാടി 2 വെള്ളത്തിൽ കാല് വെക്കുന്ന അതേ അവസ്ഥ തന്നെ ഇവരുടെ കാര്യം വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് എന്തായാലും ഇതിനൊക്കെ എന്തോ മറുപടി കൊടുക്കാനാ? എടാ, ആൾക്കാരെയൊക്കെ കണ്ട് അവരുടെ ഇൻസ്പിറേഷൻ ആയില്ലേ നീ ഓരോന്ന് ചെയ്യുന്നത്? അവന്റെയൊക്കെ അവൾമാരുടെയൊക്കെ തലമണ്ടേ വന്നു കിടക്കുന്ന ശാപങ്ങൾ എത്ര ഉണ്ട് നിനക്കൊക്കെ അറിയാവൂടാ? എടാ, രേണുവിനെ വിമർശിച്ചത് കൊണ്ടുള്ള ശാപം ഉണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ അങ്ങ് സഹിച്ചു. ആ ശാപമൊന്നും ഇവിടെ ഒരു മനുഷ്യർക്കും ഏൽക്കാൻ പോകുന്നില്ല. കാര്യം അമ്മാതിരി പ്രവൃത്തികളൊക്കെയാണ് രേണു കാണിക്കുന്നത്. എന്തായാലും ഇതിന്റെ പേരിൽ എത്ര ശാപം കിട്ടിയാലും എല്ലാ ഇൻഫ്ലുവൻസർമാരെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അവരെടുത്ത് വീഡിയോ ഇടും. അത് ഉറപ്പുള്ള കാര്യമാണ്. അതിൽ ഇനി എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല. ബാക്കിയും കൂടെ കാണാം. മുറ്റിപ്പോയമാരാ, മനസ്സിലായ? നീയൊക്കെ കിളുന്താ. ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? പൊന്നു മോനെ, ഇപ്പോഴും ചേച്ചി പറയുവാണ്. ചേച്ചിന്നൊന്നും വിളിക്കത്തില്ല, അമ്മയൊന്നും വിളിക്കത്തില്ല, ആന്റി എന്നൊക്കെ വിളിക്കാൻ അവന് പുച്ഛ. ഇവര് പറയുവാണേ പൊന്നു മോനെ പോയിരുന്ന് പഠിച്ച് 10 പൈസ ഉണ്ടാക്കാൻ നോക്കും. അത് കഴിഞ്ഞിട്ട് നീ ഇതിലോട്ട് ഇറങ്ങും. അതായത് നിന്റെ ഒരു പ്രായം ആവുമ്പോൾ, ഒരു ക്രിവിലേജ് കണ്ട വികാരം തോന്നിയും പൊക്കിൾ കണ്ട വികാരം തോന്നിയും അത് കണ്ട് ആസ്വദിക്കാനുള്ള പ്രായം വരുമ്പോൾ നീ അതിന് പ്രതികരിക്കാൻ ഇറങ്ങും. ഇപ്പൊ സംസാരിച്ച രീതി കണ്ടില്ലേ? ഈ വർത്താനം കേട്ടാൽ തന്നെ മനസ്സിലാകും ഇവർക്ക് എത്രത്തോളം സംസ്കാരം ഉണ്ടെന്ന്. ഒരു 16 വയസ്സുള്ള ഒരു പയ്യന്റെ അടുത്ത് പറയാവുന്ന കാര്യങ്ങളാണ്. വട കണ്ടാൽ നിനക്ക് വികാരം തോന്നിയോ, അതല്ലെങ്കിൽ എന്തൊക്കെ വൃത്തികേടാണ് ഈ പറയുന്നത്? ഈ ഒരു കാര്യം മാത്രം മതി ഇവർക്കെതിരെ കേസ് കൊടുക്കാനായിട്ട്. ഈ പോക്സോ കേസ് കൊടുക്കാനായിട്ട് ഇത് മാത്രം മതി. കാര്യം എന്താ വെച്ചാൽ പിള്ളേർക്കെതിരെ ഇങ്ങനെയുള്ള രീതിയിലൊന്നും സംസാരിച്ചുകൂടാ. അവന്റെ ഫോട്ടോ വരെ എടുത്തു വെച്ചിട്ടാണ് ഇവർ ഈ സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർ ഇത് വിഷയമാകുമെന്ന് വിചാരിച്ച് തന്നെ ഇവർ ഈ വീഡിയോയിൽ ഇത് ഡ്രിം ചെയ്ത് കളഞ്ഞു. പക്ഷെ ഡ്രിം ചെയ്യുന്നതിന് മുമ്പ് നമ്മളത് പൊക്കി. കാര്യം എനിക്കറിയാം ഇതുവരെ എന്തായാലും ഇത് മുക്കുമെന്നുള്ള കാര്യം. അതുകൊണ്ട് നേരത്തെ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് നന്നായി. പിന്നെ രേണു എന്താ ഇത് ഷെയർ ചെയ്യാൻ? മാക്സിമം രേണു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. പക്ഷെ ഇത് മാത്രം എന്ത് പറ്റി രേണു ഷെയർ ചെയ്യാതിരുന്നത്? രേണുവിനെയും കൂടെ ചേർത്ത് വേണം കേസ് കൊടുക്കാനായിട്ട്. 2 എണ്ണത്തിനെയും എടുത്ത് അകത്തിടണം. ഇപ്പൊ നിന്റെ സ്കൂളിലായാലും കോളേജിൽ പോകാനുള്ള പ്രായം എന്തായാലും ആയിട്ടില്ല. കൂടി പോയ +1 +2 നിന്റെ അടുത്തിരിക്കുന്ന പെൺകുട്ടികളെ നീ ഏത് രീതിയിലായിരിക്കും നീ കാണുന്നത്? സ്വന്തം തന്തയും തള്ളയും ഒരു മുറിക്കകത്ത് അടച്ചിരുന്ന് എന്റെ പൊന്നുമോനെ ഇന്ന പൊക്കോ, പഠിച്ചില്ലേലും കുഴപ്പമില്ലടാ, വരുമാനമാണ് നമുക്ക് മുഖ്യം എന്നും പറഞ്ഞ് കൊടുത്തിട്ട് കണ്ട അപരാധ വീഡിയോകൾ ഫുള്ള് പെണ്ണുങ്ങളുടെ ക്ലിവിലേജ് ആയാലും പൊക്കിളായാലും വടയായാലും കണ്ട അപരാധ വീഡിയോസ് കണ്ടില്ലേ? സ്വന്തം കൂട്ടുകാരി ചെയ്യുന്ന അപരാധ വീഡിയോ ആണെന്ന് അവർ തന്നെ സമ്മതിച്ചു തന്നിട്ടുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് ഈ സ്ത്രീക്ക് അറിയാം. എന്നിട്ടാണ് ഇവർ വന്ന് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. നാണവും മാനവും ഒക്കെ ഉണ്ട് ഇവർക്ക്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ട് നമ്മൾക്കെതിരെ ഇവര് റിയാക്ഷൻ വീഡിയോ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യാൻ പോകില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവരെ റിയാക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഈ പയ്യനെ എടുത്തു വെച്ച് ഇങ്ങനെ ഇവരെ റിയാക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇവരെ എടുത്തു വെച്ച് ഫേമസ് ആക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ ഈ ഒരു കേസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തത്. എന്തായാലും ഈ പറഞ്ഞതിനുള്ള ഒരു എണ്ണി മാപ്പ് പറയേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് എന്തായാലും വരും. എന്തായാലും സ്വന്തം കൂട്ടുകാരി കാണിക്കുന്നത് അപരാധമാണെന്ന് അറിഞ്ഞിട്ട് അതെടുത്ത് റിയാക്ട് ചെയ്യുന്നവരെ വെച്ചിട്ട് ഇങ്ങനെ പറയാനായിട്ട് കാണിക്കുന്ന ഒരു മനസ്സ് എന്തായാലും അടിപൊളിയാണ്. ഇനി എനിക്ക് പറയാനുള്ളത് സജീന എന്ന് പറയുന്ന ഈ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡും മക്കളും ഒക്കെ ഈ വീഡിയോ കാണുന്നതല്ലേ? എന്തായാലും കാണുമല്ലോ, അത് ഉറപ്പുള്ള കാര്യമാണ്. ഭർത്താവിനോടും മക്കളോടും ചോദിച്ചു നോക്കും, നിങ്ങൾ ഈ കാണിക്കുന്ന കാര്യം ശരിയാണോ ഇല്ലയോ എന്ന്. അവരെന്തായാലും പറയാം അതിനുള്ള മറുപടി. ബാക്കിയും കൂടെ കാണാം. സൂം ചെയ്ത് ആസ്വദിക്കുക. എന്നിട്ട്
റിയാക്ഷൻ വീഡിയോ ചെയ്യുക, 10 പൈസ ഉണ്ടാക്കുക, അത് മതി മോനെ എന്ന് പറഞ്ഞു കൊടുക്കുന്ന തന്റെ തള്ളയും വേണം ആദ്യം പറയാൻ. സമ്മതിച്ചു തന്നിരിക്കുന്നത് നിങ്ങളെ, സമ്മതിച്ച്. ഈ സ്മാർട്ട് നല്ലതാണ്, സ്മാർട്ട് മക്കൾക്ക് സ്മാർട്ടിനെ വേണം, പക്ഷെ ഓവർ സ്മാർട്ട് ആവരുത്. ഇത് ഓവർ സ്മാർട്ട് മാത്രമല്ല, അതിലപ്പുറവും കടന്നു പോയിട്ടുണ്ട്. മര്യാദയ്ക്ക് മോനെ പറഞ്ഞ് മനസ്സിലാക്കുക. അവർ റിയാക്ഷൻ വീഡിയോ ചെയ്യുക, തുണി ഉരിഞ്ഞിട്ട് ഈ 18 വയസ്സുള്ള കുട്ടികളൊക്കെ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ ഒരുപാട് പേര് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ തുറക്കുമ്പോൾ ഈ അപരാധ വീഡിയോസ് ആണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേരൻസ് ഈ വിഷയവുമായിട്ടൊക്കെ വന്ന് കംപ്ലൈന്റ്സ് പറയുന്നുണ്ട്. ഈ രേണു മാത്രമല്ല കേട്ടോ, രേണു അതുപോലെ ഒരുപാട് പേര് ഈ വൃത്തികെട്ട രീതിയിൽ ഡ്രസ് ചെയ്ത് ഒരുപാട് തരത്തിലും വൾഗറായിട്ട് ഒരുപാട് പെൺപിള്ളേര് മാത്രമല്ല കേട്ടോ, വലിയ ആന്റിമാരും ചേച്ചിമാരും എല്ലാം ഇത് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ്. അപ്പൊ അതൊക്കെ ഈ പേരൻസിന് ടെൻഷനാണ്. കാര്യം എന്താണ്, എന്റെ മക്കൾ ഇതൊക്കെ കാണുമോ, മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതിനൊന്നും ഈ സജീനയ്ക്ക് ഒന്നും പറയാനില്ലേ? ഈ മൈനർ ആയിട്ടുള്ള കുട്ടികൾ ഇങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കാണ് ഇവിടെ ദോഷം സംഭവിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള സ്ത്രീകൾക്കെതിരെ കേസ് കൊടുക്കേണ്ട കാര്യമാണ്. ഇവരൊക്കെ പൊതുശല്യമാണ്. ബാക്കിയും കൂടെ കണ്ടുനോക്കാം. പിഴച്ചു പോകുക എന്ത് ചെയ്താലും ഞങ്ങൾക്കൊന്നുമില്ല. പക്ഷെ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ അത് ആരെ കുറിച്ച് പറയുന്നോ എന്ന് ആദ്യം ആലോചിച്ചിട്ട് പറയണം. അങ്ങനെ അല്ലെങ്കിൽ ചെറുതോ വലുതോ ഒന്നും നോക്കത്തില്ല. ഇത്രയും നാൾ ഞാൻ എന്റെ മക്കളുടെ ഏജിൽ കണ്ട് എന്റെ മക്കളെ താരതമ്യം ചെയ്ത് കണ്ടതുകൊണ്ടാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ പോലും ഇടാൻ മടിച്ചത്. അവൻ നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല. നീ ആരാ മോനെ? നീ ആരാ? നിന്റെ വിചാരം എന്താണ്? നിനക്ക് സപ്പോർട്ടായിട്ട് കുറെ അപരാധ ബ്ലോഗേഴ്സ് ഉള്ളതാണോ നിന്റെ ധൈര്യം? പിന്നെ സ്വന്തം അച്ഛനും അമ്മയും പൈസ ഉണ്ടാക്കിയാൽ മതി, ഏത് രീതിയിലായാലും പൈസ ഉണ്ടാക്കിയാൽ മതി എന്ന് സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനും അമ്മയാണ് നിന്റെയൊക്കെ ധൈര്യം. എടാ, 10 പേരുടെ ശാപം ഒരുമിച്ച് വരുമ്പോൾ ഒരെണ്ണമെങ്കിലും തലമണ്ടയിൽ പതി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവനിക്ക് 16 വയസ്സേ പ്രായമുള്ളൂ. ഇവൻ ഈ ഒരു പ്രായത്തിൽ കാണിക്കുന്ന ഒരു ഗട്സ് ഉണ്ടല്ലോ, റിയാക്ഷൻ വീഡിയോ ചെയ്യാമെന്ന് കാണിക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, അത് ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഈ ഏജിലൊന്നും കിട്ടാത്ത ഒരു കാര്യമാണ്, പിള്ളേർക്കൊന്നും കിട്ടാത്ത ഒരു കാര്യമാണ് അവൻ ചെയ്തിരിക്കുന്നത്. അവൻ ചെയ്ത കാര്യം എന്താ? നിങ്ങളുടെ കൂട്ടുകാരി കാണിക്കുന്ന ആ ഒരു കാര്യം അവൻ അവന്റേതായ രീതിയിൽ റിയാക്ട് ചെയ്യുന്നു. ചേച്ചിന്നും ആന്റിന്നും ഒക്കെ വിളിച്ചിട്ട് അത് ആ ഒരു ശൈലിയിൽ ചെയ്യുന്നു. അതിലെന്ത് തെറ്റായിരിക്കുന്നത്? പിന്നെ രേണുവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് രേണുവാണ് വന്ന് സംസാരിക്കേണ്ടത്, അല്ലാതെ നിങ്ങളല്ല. തോന്നിയാസം മുഴുവൻ കാണിക്കുകയും ചെയ്യുക, അത് ബാക്കിയുള്ളവർ വിളിച്ചു പറയുമ്പോൾ അത് കുറ്റം. മനസ്സിലായ? അപ്പൊ മോന്റെ ഏജിലുള്ള നിന്റെ പ്രായത്തിലുള്ള കാര്യങ്ങൾ എടുക്കുക, കണ്ടന്റ് ക്രിയേറ്റർ ആവുക, അതൊക്കെ നല്ല കാര്യമാണ്. സ്മാർട്ട് നല്ലതാണ്, ഓവർ സ്മാർട്ട് ആവാതിരിക്കുക. ഈ പ്രായത്തിൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതിരിക്കുക. അപ്പൊ കുറെ കുരുപൊട്ടി അമ്മമാരും അപ്പച്ചന്മാരും അവന്റെ ഈ ഒരു പ്രായത്തിൽ ഇത്രയും വ്യൂവർഷിപ്പ് അവൻ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ കാൽ ഭാഗമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി കാണിക്കാവോ? അവന്റെ ചാനൽ എടുത്ത് അവന്റെ വ്യൂവേഴ്സിന്റെ എണ്ണം ഒന്ന് നോക്കുക. അതിന്റെ പകുതിയെങ്കിലും നിങ്ങൾക്കുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ നിങ്ങളെ പോലുള്ളവരെയൊക്കെ എടുത്ത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളാണ് അവിടെ ഫേമസ് ആവുന്നത്. ശരിക്കും അവനെ കാണുമ്പോൾ നിങ്ങൾ തൊഴുത് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യേണ്ടത്. ശരിക്കും രേണുസുധിയുടെ ഈ ഒരു വിഷയം കാരണം യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും ഓപ്പൺ ആക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ് കാരണം? ഇതിന് നെഗറ്റിവിറ്റിയാണ് ഇഷ്ടം പോലെ ഇതിൽ വരുന്നത്, ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും എല്ലാം. അപ്പൊ നമ്മൾ അതാണ് എന്റെ പൊന്നളെ ഒന്നും തുറക്കാൻ പോലും പറ്റുന്നില്ല. എന്തൊക്കെയായിരുന്നു ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരെ നടന്നിരുന്നത്? രേണുയുടെ കാര്യം മാത്രമല്ല കേട്ടോ, അത് മൊത്തത്തിൽ പൊതുവെ ഞാൻ പറയുന്നതാണ്. എന്തും കാണിക്കാം, എന്ത് തോന്നിയാസവും കാണിക്കാം. അതാണിപ്പോ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ആ ഒരു രീതിയിലാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്നവര് നല്ല അഭിപ്രായം ഒന്നും പറയത്തില്ല കേട്ടോ, നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ എന്നെ വേണേ കുറ്റം പറയാൻ ഇറങ്ങി. ഇത് കണ്ട് ആസ്വദിക്കുന്നവര് എന്തായാലും നിങ്ങൾ സ്വന്തം കൂട്ടുകാരി കാണിക്കുന്ന തോന്നിയാസം ആണെന്ന് പറയാനുള്ള ഒരു ധൈര്യം കാണിക്കാതെയും അതിനുള്ള ഗട്സ് കൊണ്ടുപോവാ. എന്തായാലും നിങ്ങൾ ഒരു വീഡിയോ ഉണ്ട് രേണുസുധിയുടെ, അതൊന്ന് കണ്ടു. അയ്യോ ചേച്ചി എന്നെ കൊന്നു കഴിഞ്ഞാൽ ചേച്ചി ജയിലിൽ പോകത്തില്ലയോ? ഇപ്പൊ തന്നെ പബ്ലിക്കായിട്ട് വധഭീഷണി നടത്തിയേക്കുന്നത്, എന്നെ തല്ലിക്കൊല്ലാൻ തോന്നുന്നു. പബ്ലിക്കായിട്ട് എന്ത് ചേച്ചിക്കെതിരെ ഞാൻ കേസ് കൊടുത്താലോ? ഏത് ഫേക്കാണെന്ന് ചേച്ചിയെ പൊക്കത്തിൽ കണ്ടല്ലോ. ഒരു മനുഷ്യന് ശ്രദ്ധിക്കാത്ത ഒരു കമന്റും പിക്ക് ചെയ്ത് വന്നിട്ടാണ് ഇവർ ഈ പറയുന്നത്. കാരണം അവർക്കറിയാം ഇതെടുത്ത് വെച്ച് കഴിഞ്ഞ് പറഞ്ഞാലേ കുറച്ച് ആളുകളൊക്കെ ഈ വീഡിയോ കാണത്തുള്ളൂ. അപ്പൊ ഈ സ്ത്രീ ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എടുത്ത് വെച്ച് കാണിച്ചാലേ കുറച്ച് റീച്ച് കിട്ടത്തുള്ളൂ എന്ന് അവർക്കറിയാം. ഇത് എത്രയോ ആൾക്കാർ കാണുന്നതാണ്. ഈ പറയുന്ന കൊച്ചുകുട്ടികളൊന്നും കാണത്തില്ലേ? ഇതിന് സജീനയ്ക്കൊന്നും പറയാനില്ലേ? എന്തായാലും അവന്റെ പേരൻസ് ഈ കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ സജീന ഉറപ്പായിട്ടും വെള്ളം കുടിക്കും. എന്തായാലും ഇത് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ എന്താണ് ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.